നമ്മൾ എവിടെയാ പോവാൻ പോണെന്ന് പറഞ്ഞേ? പറ. നമ്മൾ പോവാം. അപ്പോൾ അവൻ അവൻ്റെതായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരാം. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകാൻ പോവാണ്, അമ്മാമ്മയുടെ അടുത്ത് പോകാൻ പോവാണ്. അതിനുള്ള ഒരു പ്രിപ്പറേഷൻസിലാണ് ഇവിടെ. ഞാൻ ഇതുവരെ ഓണത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി ഒന്ന് പോസ്റ്റ് ചെയ്യണം. എൻ്റെ വീട്ടിൽ ജിയോക്ക് റേഞ്ചില്ല. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ വേണം എനിക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അല്ലറ ചില്ലറ പരിപാടികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് അമ്മമ്മയുടെ വീട്ടിലോട്ട് പോവാം. അതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള പരിപാടി. അല്ലേ കുഞ്ഞാ? അല്ലേ? പറ. അതെ അതെ എന്ന് പറ. ഹലോ ഗായ്സ് അങ്ങനെ പറഞ്ഞേ. ഹലോ ഗായ്സ് എന്ന് പറ. ഹലോ ഗായ്സ് ഗായ്സ് പറഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സസ്നേഹം സ്വാഗതം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റേയിങ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് തന്നെയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇപ്പോൾ വീട്ടിൽ പുട്ടാണ്. ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു പുട്ട് തന്നെ പുട്ട്. പിന്നെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഈ പുട്ട് കിട്ടാറില്ല, അതുകൊണ്ട് ഒരു സമാധാനം. കുഞ്ഞൻ ഭയങ്കര കളിയാണ് ഇവിടെ കിടന്നത്. കുഞ്ഞെന്ന് ഉദ്ദേശിക്കുന്നത് ഇവനെയാണ്. ഇവനെയും കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. എൻ്റെ അനിയനെയും ഞാൻ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. ഇവൻ്റെ ശരിക്കും പേര്, യഥാർത്ഥ റിയൽ നെയിം വരുൺ എന്നാണ്. ഇന്നലെ അമ്മാമ്മയുടെ വീട്ടിൽ ഓണായിട്ട് മാളിച്ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. മാളിച്ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മോളാണ്. ആ മോളുടെ മോനാണ് ഇവൻ. അയ്യോ സൗണ്ട് പോയല്ലോ. മോളുടെ മോനാണ് ഇവൻ എന്ന് പറയുന്നത്. കുഞ്ഞെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ശരിക്കും വരുൺ എന്നാണ് പേര്. എന്നെ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ. ഇവന് അങ്ങനെ അധികം വികൃതിയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ. എന്നാലും ചില സമയത്ത് ഒരു ദേഷ്യം പിടിക്കലൊക്കെ ഉണ്ടെന്നല്ലാണ്ട് വേറെ വികൃതിയും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒരു ഉമ്മ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഒന്നും തരില്ല. അങ്ങനത്തെ ഇതൊന്നുമില്ല. ഉമ്മയൊക്കെ തരില്ല. ആക്ഷൻ കൊണ്ടാണ് ഇവ സംസാരിക്കുന്നത് മൊത്തം. അപ്പോൾ അതെ നമ്മളുടെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് റെഡി ആയിട്ട് പോകണം. ധാര കിടക്കുന്നത് ധാരാണിത്. ഞങ്ങളും കുളിച്ചു അല്ലേ? കുളിച്ചെന്ന് പറ. എന്നോട് പറഞ്ഞു ഞാനും കുളിച്ചു. പറ. കുളിച്ചു പറ. ഞാൻ കുളിച്ചു. കുളിച്ചു പറ. കുളിച്ചു. എവിടാ? ആര് പറയാ? കാക്കയോ? കാക്ക. കുളിച്ചു. ഉബ്ബല്ല. കുളിച്ചു. പൂച്ച. അമ്മ. അച്ഛൻ. ചേച്ചി. കുഞ്ഞൻ. ഞങ്ങളും കുളിച്ചടാ. ഞങ്ങൾ കുളിച്ചു. ഞങ്ങൾക്ക് പറയാൻ അറിയില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ കുളിച്ചു. ആളുടെ ഭാഷയിൽ എന്തോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഈ പ്രായത്തിലുള്ള പിള്ളേരെ കളിപ്പിക്കാനായിട്ട് നല്ല രസമല്ലേ. അവർ പറയണത് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുള്ളൂ. അപ്പം എന്തൊക്കെയോ കൊച്ചു പറയുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ കവളി തന്നെ ഉമ്മ. എന്നാലും ഉമ്മ അവളു ഉമ്മ കവളിത്താ. നമ്മൾ റെഡിയായി കഴിഞ്ഞു ഗൈസ്. കണ്ടോ? ഇതാണ് എനിക്ക് മുടി കിട്ടിയത്. അത്രയ്ക്ക് തൃപ്തിയായിട്ടില്ല. പക്ഷേ ഞാനൊരു കംഫർട്ട് നോക്കി കെട്ടിയതാണ്. ഭംഗി നോക്കി. ഷെലീഫ്ക്ക് വരാമെന്ന് പറഞ്ഞു. ഭംഗി നോക്കി കെട്ടിയതല്ല, ഒരു കംഫർട്ട് നോക്കി കെട്ടിയതാണ്. ഷെലീഫ്ക്ക എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടനാണ് കേട്ടോ. നമ്മൾ ഓട്ടോക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാണ്. കൊച്ചു നല്ല ഉറക്കമാണ്. കൊച്ചു കൂടെ നിന്ന് ഉറങ്ങിപ്പോയി. അമ്മയുടെ വീട് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നടന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ എത്തും. ഓട്ടോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ടാന്ന് തോന്നുന്നു. അതിനുള്ളിലെത്തും. അടുത്ത് തന്നെയാണ്. ചെറുവേപ്പ് എന്ന് പറയും. നമ്മളുടെ സ്റ്റോപ്പിൻ്റെ പേര് കുഴപ്പള്ളി. അമ്മമ്മയുടെ സ്റ്റോപ്പിൻ്റെ പേര് ചെറുവയ്പ്പ്. അതാണ്. പിന്നെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിറച്ച് പുഴയാണ് കേട്ടോ. അതായത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പോണ വഴിക്ക് നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല രസമാണ് ഇങ്ങനെ അവിടെയൊക്കെ പോയി ഇരിക്കാനായിട്ട്. ഇപ്പം ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാനും നന്ദും ചിറ്റയൊക്കെ കൂടി വൈകുന്നേര സമയത്ത് നടക്കാനിറങ്ങും. ഇതൊരു പുഴ. പക്ഷേ ഇങ്ങോട്ടേക്കല്ല ഞങ്ങൾ നടക്കാൻ വന്നത്. ഞങ്ങൾ വേറൊരു ഭാഗത്തേക്ക് അമ്മമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കിഴക്കോട്ടൊക്കെ നല്ല രസമുള്ള
കെട്ടും ഇങ്ങനെ പുഴാന്ന് തന്നെ പറയുള്ളൂ കേട്ടോ, കെട്ടാണ്. കെട്ടിൻ്റെ അവിടെയൊക്കെ ചെന്നിരിക്കാനായിട്ട് നല്ല രസമാണ്. ആ പുഴയുണ്ട്, കെട്ടുമുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ അമ്മയൊക്കെ ഇവിടെയല്ലേ ജനിച്ച് വളർന്നത്, അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ഒരേ നൊസ്റ്റുമൊക്കെ പറയും, ഇങ്ങനെ പഠിച്ചിരുന്ന സമയത്തെ കാര്യങ്ങളും അമ്മയ്ക്ക് പണിക്ക് പോയിരുന്ന സമയത്തെ കാര്യങ്ങളും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും. നല്ല രസമാണ്. ഹായ് പറ, ഹായ് പറ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുഴപ്പമില്ല. ഇതാണ് കേട്ടോ ഷെലീഫ്ക്ക. നമ്മളുടെ വീട്ടിൽ മെയിനായിട്ടും ഇപ്പോൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും പോകണമെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വിളിക്കുന്നത് ഷെലീഫ്ക്കിനെയാണ്. പിന്നെ ഷെലീഫ്ക്ക് ഇല്ല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെക്കൻഡ് ഒരു ഓപ്ഷൻ നോക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറയാം എൻ്റെ അടുത്ത് ഈ ഫോണാണ്, പുള്ളിയുടെ അടുത്ത് സ്മാർട്ട് ഫോണല്ല, കീപാഡാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. അമ്മമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതേ കണ്ടമാണ് കേട്ടോ, ഈ കാണുന്ന കണ്ടാണ്. ഇവരെ എവിടെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും പുഴകളാണ് കേട്ടോ. നമുക്ക് എങ്ങാടൊക്കെ പോയിട്ടുണ്ടെങ്കിലും കെട്ടുണ്ട്, കണ്ടുണ്ട്, പുഴകൾ, വയൽ 2 സ്ഥലത്തുള്ളൂ കേട്ടോ. പക്ഷെ കൂടുതൽ ഈ കെട്ടും പുഴയും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് ഇങ്ങനെ ഈവനിങ് സമയത്തൊക്കെ നടക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അമ്മമ്മയുടെ വീട്. ഹലോ, നമ്മൾ വരുമ്പോൾ അമ്മമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അമ്മമ്മ ഇവിടെ ഒറ്റക്കാണ് കേട്ടോ താമസിക്കുന്നത്, അമ്മമ്മ മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് അമ്മമ്മ കറികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് കറികളൊന്നുമില്ല. എന്താ കറി? ഞങ്ങൾ വന്നിട്ടൊന്നും ഉണ്ടാക്കില്ലേ? എന്താ ഉണ്ടാക്കിയത്? അല്ല, കറിക്ക് കൊണ്ടുവന്നില്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. കോഴി മേടിച്ചുകൊണ്ടു. കറി കോഴി അമ്പച്ച എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരണ്ടേ? അപ്പ പിന്നെ കേൾക്കുന്നുണ്ടായതൊക്കെ ഞാൻ പോയി. ഇപ്പോൾ അതിഥികൾ വരുമ്പോൾ ഇപ്പം ഞങ്ങൾ അതിഥിയായിട്ട് കൂട്ടണ്ട, എന്നാലും ഇങ്ങനെ ഓരോരുത്തർ പോകണം അങ്ങനെയൊക്കെ വീട്ടിൽ വരുമ്പോൾ ചിക്കൻ വാങ്ങിക്കണം എന്നുള്ളത് വില നിയമമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ഇത്രയും കറികളുണ്ട്, നല്ല മീൻ കറിയുണ്ട്, മീൻ വറുത്തതുണ്ട്, ചെമ്മീൻച്ചാറുണ്ട്. എന്നിട്ടും അമ്മാമ്മക്ക് ചിക്കൻ ഇല്ലാത്തതിൻ്റെ പരാതിയാണ് കേട്ടോ അമ്മനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയണത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇതൊക്കെ തന്നെ നല്ല ആർഭാടമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് മീൻ എന്ന് പറയുന്നത്. എനിക്ക് എല്ലാ മീനും ഇഷ്ടമാണ്. ഇതിൻ്റെ പേരെന്താ, പാമീനോ പാമാനോ അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞ് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല മീനായിരുന്നു കേട്ടോ, നല്ല കഴമ്പുള്ള മീൻ. ഇവനിരുന്ന് പപ്പടത്തിൽ വെറുതെ കുത്തി കളിക്കുക. മാളിച്ചേച്ചി വായിൽ വെച്ച് കൊടുത്തപ്പോഴാണ് അവൻ കഴിച്ചതെന്ന് തോന്നണു മര്യാദക്കൊന്ന്. ഇവൻ ഒറ്റയ്ക്ക് വാരിയൊക്കെ കഴിക്കും കേട്ടോ, പക്ഷെ ഇപ്പം കളിക്കുകയാണ് ആളിരുന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ കൊച്ചു ഫാനിൻ്റെ മുമ്പിൽ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. കാറ്റിങ്ങനെ വരുന്നത് നല്ല രസമായിട്ട് തോന്നി. അതിലൊരു രസം കണ്ടുപിടിച്ച് പുള്ളിക്കാരൻ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല, പെട്ടെന്നായിരുന്നു കരച്ചിലും ബഹളവും ഒക്കെ തുടങ്ങിയത്. ഏതോ ശുണ്ടരമോനാണേ, ശുണ്ടരനാണേ. പിന്നെ ശുണ്ടരനാണേ. എനിക്ക് തോന്നുന്നു അവൻ ഇടിക്കാനായിട്ടാണെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവൻ്റെ ഒപ്പം കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ടായിരിക്കും അവൻ ഈ കിടന്ന് കരയുന്നത്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോൺ ഓണാക്കിയപ്പോൾ, ക്യാമറ ഓണാക്കിയപ്പോൾ പുള്ളിക്കാരൻ ക്യാമറ ഓണാക്കുമ്പോൾ അവൻ ഇതെന്തോ ഒരു സംഭവം, ഇതെന്തോ ഒരു അത്ഭുതം പോലെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്നോളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അപ്പോൾ ഞാനും മാളിച്ചേച്ചിയും കൂടിയും വെറുതെ ഇവിടെ വന്നിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്കൊരു ഈവനിങ് ടൈം ആകുമ്പോൾ ഒരു കട്ടൻ ചായ പിന്നെ കുറിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്ന് ഇരിക്കുമ്പോഴല്ലോ ഒരു അടിപൊളി ഫീലിംഗ് ആണ്. ഞാനും മാളിച്ചേച്ചിയും കുറച്ചധികം നേരമായിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ. നല്ല രസമല്ലേ ഇങ്ങനെ പുഴ വരമ്പ്, അവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കാം. നല്ല കാറ്റാണ്, വെയിലില്ലാത്ത സ്ഥലം നോക്കി ഇരിക്കണം. ഇപ്പം ഞങ്ങൾ ഒരു 3:30 വന്നപ്പോൾ അപ്പോൾ വെയിലില്ലാത്തൊരു തണൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ വന്നിങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. ഇത് മുയൽ, വെള്ളപ്പൂ മുയൽ, ഇതാമ. കളിച്ചിട്ടില്ലേ? നിങ്ങൾക്കിത് അറിയുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുപാട് കളിച്ചിട്ടുള്ള സംഭവമാണ് ആമയും മുയലും. ആ വെള്ള കളറിൽ കാണുന്നത് മുയൽ, പിന്നെ ആമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കളിച്ചിട്ടുണ്ട്. പക്ഷേ മാളിച്ചേച്ചിക്ക് അത് അറിയില്ല കേട്ടോ. മാളിച്ചേച്ചി ഇതുവരെയും കേട്ടിട്ടില്ല. മാളിച്ചേച്ചി എപ്പോഴാണ് അവ ജനിച്ചത്? ഞങ്ങൾ കുറേ കളിച്ചിട്ടുണ്ട്. അതേ കുഞ്ഞൻ വന്നു കേട്ടോ. കുഞ്ഞൻ കളിക്കാൻ പോയേക്കായിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പോയേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പം ഇങ്ങോട്ടേക്ക് നേരിട്ട് വന്നതാണ്. ഞങ്ങളുടെ ഫോട്ടോയിൽ ഇവൻ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ?
ടവൻ സൈക്കിളിൽ വന്നു കേട്ടോ. ടവൻ ഇങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കൊച്ചിനെ ഇങ്ങനെ കുറേ എടുത്ത് കിടക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മയുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഉള്ള കൊച്ചാണ് കേട്ടോ. രണ്ടുപേരും ഒരേ പ്രായം, അതുകൊണ്ട് ഒടുക്കത്തെ രസമാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതേ ചിറ്റയൊക്കെ വന്നു. അത് നന്ദു. ഞാൻ മുമ്പും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഇത് ചിറ്റ. അപ്പോൾ ചിറ്റയുടെ മോളാണ് നന്ദു എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, നിങ്ങളെ കാണുന്നവർക്കറിയാൻ പറ്റും. അപ്പോൾ ചിറ്റ വന്നപ്പോൾ ലഡ്ഡുവും ജിലേബിയൊക്കെ കൊണ്ടുവന്നിട്ടോ. ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ ഞാൻ ആർദ്രനോട് പറഞ്ഞായിരുന്നു എനിക്ക് ജിലേബി കഴിക്കാനായിട്ട് ഭയങ്കര ഒരു കൊതി വരുന്നെന്ന്. പക്ഷെ വാങ്ങിക്കാൻ തോന്നുന്നില്ല, പക്ഷെ കൊതി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വീട്ടിൽ ചെന്നിട്ട് വേണം കഴിക്കാമെന്ന്. പക്ഷേ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആ കാര്യം വിട്ടുപോയി. എന്തായാലും ചിറ്റ അറിഞ്ഞത് കൊണ്ട് തന്നത് എന്തുകൊണ്ട് നന്നായി. ഞാൻ കുറേ ജിലേബിയും കുറേ ലഡ്ഡും കഴിച്ചിട്ടുണ്ട്, നല്ല മധുരം കഴിച്ചിട്ടുണ്ട്. ഞാൻ മധുരവും കുറക്കണം, പിന്നെ എന്തെന്നാണ് നമ്മളുടെ എണ്ണ പലഹാരങ്ങളില്ലേ അതും കുറക്കണം എന്നൊക്കെ കുറേ നാളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ കുറക്കാൻ പറ്റണ്ടേ. ഇവരിവിടെ ഡ്രസ്സ് നോക്കാം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവർ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചുരിദാറിൻ്റെ തുണിയും അമ്മമ്മക്ക് സാരിയും ഒക്കെ, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ദേ ഈ ബാക്കിലിരിക്കുന്നതാണ് അമ്മയുടെ ഫാമിലി. കണ്ടോ, അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മോള്, അമ്മയുടെ അനിയത്തി. അമ്മയൊക്കെ 3 മക്കളാണ്. അപ്പോൾ അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മോള്, പിന്നെ അമ്മയുടെ അനിയത്തി, അവരുടെ മക്കൾ, പിന്നെ ഞങ്ങൾ, അമ്മയുടെ മക്കളായ ഞങ്ങൾ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ബീച്ചിൽ പോകാൻ പോവാണ്, കുഴുപ്പള്ളി ബീച്ചിൽ. ആ അടുത്ത വീട്ടിലിടുന്ന ഡ്രസ്സല്ലേ, അത് അവിടെ ആ കിറ്റിൽ ഉണ്ട്. അപ്പം ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. ഇത് ഞാൻ വീട്ടിൽ ഇവിടെ ഇടാൻ വേണ്ടി എടുത്ത ഡ്രസ്സാണ്. പക്ഷെ എനിക്ക് ഡ്രസ്സ് മാറാനായിട്ട് മടി ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത്. ഹായ്, ഇതാണ് ചിറ്റ, അമ്മയുടെ ഇല അനിയത്തി. നന്ദു ചിറ്റയുടെ മോളാണ്. അതായത് ഞാനിപ്പോൾ കാണിച്ചില്ലേ, ഇതേ ചിറ്റയുടെ മോളാണ് നന്ദു. എൻ്റെ ആ ബാഗിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ചക്കരയും വന്നു കേട്ടോ. ചക്കരയും ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയേക്കായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ചക്കര ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഞാൻ വീഡിയോ എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഞാനും അമ്മയും കൂടെയാണ് വന്നേട്ടോ. ചക്കരയും കുഞ്ഞൻ ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചക്കരയാണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇത്തിരി മുമ്പേ വന്നു കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ കുഴുപ്പള്ളി ബീച്ചിൽ പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അവൾ ഈ ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അവളെന്നോട് ചോദിക്കായിരുന്നു വീട്ടിലിടാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോയെന്ന്. കാരണം കടപ്പുറത്ത് പോകുമ്പോൾ എന്തായാലും നനയുമല്ലോ. അങ്ങനെ എൻ്റെ പല്ലിൽ കമ്പി ഇടുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുകയാണ്. എനിക്ക് പല്ലിൽ കമ്പി ഇടണം. എൻ്റെ പല്ല് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തണുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കമ്പിടാം. ഇപ്പം എനിക്ക് എന്തായാലും ഡിഗ്രി കഴിയട്ടെ, എന്നിട്ട് കമ്പിടാം അല്ലേ? ഇല്ലേ മാർച്ചേച്ചിന് ഒരു പ്രാവശ്യം കാണിച്ചോട്ടെ, ഒരു പ്രാവശ്യം. മാർച്ചേച്ചിക്ക് നാണമാണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെന്താ, മാൾച്ചേച്ചി ക്യാമറ ഷൈ ആണ്, അതുകൊണ്ട് മാൾച്ചേച്ചിനെ ഞാൻ അധികം അങ്ങ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. എന്നാലും നമ്മളിപ്പോൾ ഈ ഒരു എടുക്കുമ്പോൾ എവിടെ ഇടയിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വരും. പക്ഷെ മാൾച്ചേച്ചിനായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, ബാക്കിയുള്ളവരെ ഞാൻ കാണിക്കും. നോക്ക്, നമുക്ക് എവിടെ പോവാം? നമ്മൾ ബീച്ചിൽ പോവാൻ പോകുന്നു ഗൈസ്. ആരെങ്കിലും വീഡിയോ എടുത്ത് തരുമോ? ആരെങ്കിലും വീഡിയോ എടുത്ത് തരുമോ? എനിക്ക് ഇവനെ പിടിച്ചിട്ട് നടക്കാൻ പറ്റുന്നില്ല ഗൈസ്. അമ്മ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് അമ്മ ചേരണത്. എനിക്ക് വലിയ മുടി ചേരണില്ല. മോൻ ഇത്തിരി നേരം നടക്കുമോ? എൻ്റെ പൊന്നുമോൻ ഇത്തിരി നേരം നടക്കട്ടാ. എനിക്ക് ഷോർട്ട് ഹെയർ അല്ലേ ചേരണത്. ആ അമ്മ പോയി. എല്ലാവരും ഇവിടെ വരുമ്പോൾ എന്നോട് പറയാം മുടി വളർത്ത് എന്ന്. കാരണം ഇവരൊക്കെ എന്നെ കണ്ടിട്ടുള്ളത് മുടിയുള്ള ടൈമിലാണ്. ഇപ്പം അമ്മാമ്മയ്ക്ക് ആണെങ്കിലും അവരുടെ ഒരു ജനറേഷൻ്റെ ഇത് വെച്ചിട്ട് അവർ പറയുമ്പോൾ മുടിയുള്ള പെൺകുട്ടികളെയാണല്ലോ ഭംഗി അല്ലെങ്കിൽ ഐശ്വര്യം എന്നൊക്കെ അവർ പറയണേ. അത് വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഇടുപ്പ് വരെയും എന്തോ മുടി ഉണ്ടായിരുന്നു. ഇടുപ്പ് വരെയൊക്കെ ഉണ്ടായിരുന്നു. നല്ല തിക്കായിട്ടുള്ള ഉള്ളുള്ള മുടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് മുടിയായിരുന്നു എന്നാണ് ഇവർ പറയണത്. പക്ഷേ എനിക്ക് ഒരു പ്രായമെത്തിയപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക അൺകംഫർട്ടായി തോന്നി. നമുക്ക് മുടി വെട്ടണം എന്നൊക്കെ തോന്നൂലേ, അങ്ങനെ ഞാൻ മുടി വെട്ടി. പിന്നെ എനിക്ക് മുടി ഷോർട്ട് ഹെയർ ആണ് എനിക്കിഷ്ടം. പിന്നെ എനിക്ക് ആ ഒരു ലെങ്ത്തുള്ള മുടിയിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നാളെ എനിക്ക് ഇനി തോന്നുമോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ എനിക്കിപ്പോൾ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അമ്മയാണെങ്കിലും അമ്മാമ്മയാണെങ്കിലും ഇവിടെ വരുമ്പോൾ എന്നോട് പറയും നീ മുടി വെട്ടരുത്. പക്ഷേ എനിക്ക് മുടി വളർന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ട് ഫീൽ ചെയ്യും. എനിക്കൊരു സ്വസ്ഥതയില്ലായ്മ എന്നെ കാണുമ്പോൾ. പക്ഷെ മുടി വെട്ടിക്കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അപ്പോൾ എന്നെ കാണുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യും. അതാണ്
ഇവിടെ തിരിഞ്ഞാൽ നായകളാണ് കേട്ടോ, ഇങ്ങനെ റോട്ടിലൊക്കെ കിടക്കും. പക്ഷെ അത് ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ബീച്ചിൽ പോയി വന്നപ്പോൾ ഇത് പെട്ടെന്ന് ഓടി വന്നപ്പോൾ നമ്മൾ പേടിച്ച് കാറൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അപ്പുറത്തുള്ള വീട്ടിലൊക്കെ ഓടി വന്നത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പക്ഷെ ഇത് ഓടി വന്നത് ആക്രമിക്കാനാണോ വെറുതെ ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾക്ക് അങ്ങനെയൊക്കെ ഓടി വരുമ്പോൾ പേടിയാവൂലേ. അങ്ങനെ നമ്മൾ ഓട്ടോന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ നമ്മളുടെ ഈ ഒരു റോഡിൽ, ഈ കോൺക്രീറ്റ് റോഡിൻ്റെ അകത്തോട്ട് വരും. പക്ഷേ ആ ഓട്ടോ പുറത്ത് നിൽക്കാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബീച്ച്. ഞാൻ അമ്മനോട് പറയാമായിരുന്നു, ദൈവമേ ഞാൻ ബീച്ച് കാണിച്ച് മടുത്തു എന്ന്. നിങ്ങൾക്ക് ഒന്നും തോന്നരുത്. കാരണം നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു റീഫ്രഷ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റൊക്കെ വേണമെന്ന് തോന്നുമ്പോൾ നമുക്കൊന്നും ആലോചിക്കാണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ബീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയല്ലേ. ബീച്ചിൽ കളിക്കുന്നതും പിന്നെ അവിടെ പോയിരിക്കുന്നതും ഒക്കെ ഒരിക്കലും മടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ഇത്ര അടുത്ത് കിടന്നിട്ടും ഞങ്ങൾക്ക് ഇതുവരെയും മടുത്തിട്ടില്ല. ഞങ്ങൾ എല്ലാ വെക്കേഷൻസിനും അല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരും കൂടി കൂടുമ്പോഴാണെന്നുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. എന്നിട്ടും എനിക്കിതുവരെയും മടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഈ ബീച്ച് വൈബിന്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ബീച്ചിൽ പോകുന്നു. ഇപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ ബീച്ചെന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇത് കുഴിപ്പള്ളി കടപ്പുറമാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ പോകാറുള്ളത് നമ്മളുടെ അവിടുത്തെ കടപ്പുറങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. അതായത് കുഴിപ്പള്ളി ബീച്ചിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു സംഭവമൊക്കെ വന്നില്ലേ. പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മൃഗങ്ങളെ വെച്ചിട്ടുള്ള ഈ ഒട്ടകം പിന്നെ കുതിരനെയൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് കുറേ അധികം ആൾക്കാർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മളുടെ അവിടെ തിരക്ക് കുറവായിരിക്കും. നമ്മളുടെ അവിടെ നമ്മുടെ കടപ്പുറം എന്ന് പറയും. രണ്ടിനുമുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും, കടകൾ കൂടുതലുണ്ടാവും. അവിടെ കടകളൊക്കെ കുറവായിരിക്കും, ഇവിടെ തിരക്കുണ്ടാവും, അവിടെ തിരക്കുകൾ കുറവായിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു അടിപൊളി സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ചെരുപ്പില്ലേ, നമ്മൾ ഇങ്ങനെ കളഞ്ഞിട്ടിട്ട് പോകുന്ന ചെരുപ്പുകൾ, പൊട്ടിപ്പോയ ചെരുപ്പുകൾ, അതൊക്കെ കൊണ്ട് പണിത് വെച്ചേക്കുന്ന ഒരു ആർട്ടാണ് കേട്ടോ. ഒരു മീനിൻ്റെ രൂപത്തിലുള്ള ഒരു ആർട്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതുപോലത്തെ ചെറിയ ഇത് കടയല്ല ഇതിനെ പറയാം, ചെറിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാനായിട്ടൊക്കെ വരും കേട്ടോ. ഇത് രാത്രി നല്ല ഭംഗിയാണ്, കാരണം അതിൽ മാത്രം ഇങ്ങനെ ലൈറ്റൊക്കെ തന്നെ നടക്കും. ഒരു നല്ല ഭംഗിയാണ്. കടലിൽ വന്നിട്ടുണ്ടാ, നമുക്ക് കടപ്പുറത്ത് പോവാടി പൊന്നെ. കടപ്പുറത്ത് പോവാ, ചേച്ചിമാരൊക്കെ നിൽക്കണണ്ട കടപ്പുറത്ത്. ഞാൻ വിചാരിച്ചത് ഇവനെ കടപ്പുറത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ തന്നെ ഇവനെ പിന്നെ പിടിച്ചാൽ കിട്ടുമല്ലോ, ഇവനെ പുറകെ നടക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 7 മണി 7:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ നല്ല ഭംഗിയില്ലേ, ഞാൻ പറഞ്ഞില്ലേ അത് ലൈറ്റ് തെളിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ പണ്ട് ഉത്സവ പറമ്പിൽ നിന്ന് എന്തോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ മോളിയിൽ ഇങ്ങനെ പറത്തി വിടുന്നൊരു സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റ് ഫീൽ ചെയ്തു. പിന്നെ അതിൽ കൂടി ബാക്കിൽ കൂടി ഒട്ടകമൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അത് കിട്ടുന്നില്ല, ഒട്ടകവും കുതിരയൊക്കെ പോകണ്ടു അതിൻ്റെ ബാക്കിൽ കൂടി. അങ്ങനെ മൃഗങ്ങളെ വെച്ചിട്ടുള്ള എന്തോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ ഓണസമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ റോട്ടിലൊക്കെ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓരോരുത്തർ അവിടെ നിന്ന് ഇവിടെ നോക്കി ഇങ്ങനെ കീ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക ഈ വ്ളോഗ് എടുക്കുന്നവരൊക്കെ സമ്മതിക്കണോ അല്ലേ എന്നുള്ളത്. കാരണം നമ്മൾക്ക് ഓരോന്ന് കാണുമ്പോൾ അത് വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് തോന്നുമല്ലോ. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യണോണ്ട് എനിക്കത് ഭയങ്കര റിസ്ക് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സുള്ളതായിട്ട് തോന്നണില്ല. ഞാനത് എൻജോയ് ചെയ്യണോണ്ട് എന്തായാലും കൊള്ളാം. അപ്പോൾ അമ്മ എനിക്ക് ചോക്കോബാർ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എനിക്ക് ചോക്കോബാർ തന്നപ്പോൾ ഞാൻ അമ്മേനോട് ഒരു മിനിറ്റ് ഞാൻ വീഡിയോ ഒന്ന് ഓണാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ദേഷ്യം വന്നു, നമ്മുടെ കയ്യിൽ കുറേ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മേനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതേ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഇപ്പോൾ സമയം ഒരു 7:15 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകണം. എന്നിട്ട് നല്ല മീൻകറിയും കൂട്ടി ചോറ് കഴിക്കണം. എനിക്ക് ആ മീൻ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വറുത്തതും കൊള്ളാം, വെച്ചതും കൊള്ളാം. വറുത്തതാണ് എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതേ നമ്മൾ ഓട്ടോ കയറിയിട്ട് നേരെ വീട്ടിൽ പോവാണ്. സമയം ഒരു 7:15 ആയല്ലോ. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോകാം. അവിടെ അമ്മാമ്മ ഉണ്ടല്ലോ. അപ്പോൾ അമ്മാമ്മനോട് കുറച്ച് നേരം വൈബടിച്ചൊക്കെ ഇരിക്കണ്ടേ നമുക്ക്. പിന്നെ എൻ്റെ എഡിറ്റിങ് കുറച്ചും കൂടി ബെറ്റർ ആക്കണം എന്ന് 2 സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓണം വ്ളോഗിൻ്റെ ആ ഒരു വ്ളോഗ് കണ്ടിട്ടാണ് പറഞ്ഞത്. ഓണം വ്ളോഗ് ഒന്നാമത് ഞാൻ തിരക്ക് പിടിച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. കാരണം ഓണത്തിൻ്റെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു സമയം പോണേക്കുമ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നാലും എനിക്കറിയാം ബെറ്റർ ആക്കണം. ഇനി അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കണം, ശ്രദ്ധിക്കാം കേട്ടോ. ഇനി എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ജമീൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. ജമീൻ വേണ്ട, അമ്മാമ്മ ടാറ്റ ബൈ ബൈ പറ. ടാറ്റ ബൈ ബൈ രാമ ഇല്ല
അപ്പൊ ഇതിടും ഇതൊക്കെ ഇട്ടേ വരട്ടെ. പക്ഷേ സൗണ്ട് നമ്മുടെ കേൾക്കൂലല്ലോ. കേൾക്കും. ഇത് ഞാനിടും. സൗണ്ട് കേൾക്കണോട്ടാ. കേൾക്കും. ടാറ്റാ ബൈ ബൈ സല്യൂട്ട്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.